കലയുടെ രസതന്ത്രത്തെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കലയെ അടുത്തറിയാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാന ഭാഗം വരെ കാണുക. എല്ലാ ഭാഷകളുടെയും ഉൽപ്പത്തി ചിത്രങ്ങളിൽ നിന്നാണ്. ഒരു ചിത്രം 1000 വാക്കുകൾക്ക് സമമാണത്രേ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഗഹനമായ വിഷയങ്ങൾ ചിത്രങ്ങൾ കൊണ്ട് വളരെ ലളിതമായി വിവരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ആശയങ്ങൾ വിവരിക്കുന്നതിനായി ഇന്ത്യയിൽ ഒരു ചിത്രലിപി സംഹിത തന്നെ നിലനിന്നിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യ ചിട്ടപ്പെടുത്തിയിരുന്നത്. കലയുടെ രസതന്ത്രത്തിലേക്ക് കടക്കും മുമ്പ് സാധാരണ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് ചിത്രം, എന്താണ് ശില്പം? ഇവ തമ്മിൽ ദൃശ്യപരമായി ഒരു വ്യത്യാസമേ ഉള്ളൂ. ചിത്രങ്ങളെന്നാൽ ഒരു വസ്തുവിൻ്റെ കാഴ്ചയുടെ 2 തലങ്ങൾ നൽകുമ്പോൾ, ശില്പങ്ങൾ കാഴ്ചക്കാരന് കാഴ്ചയുടെ 3 തലങ്ങൾ സമ്മാനിക്കുന്നു. വളരെ ലളിതമായ ഈ കാഴ്ചകളെയാണ് പല ആസ്വാദകർക്കും മനസ്സിലാകുന്നില്ലെന്ന് സാധാരണ പറഞ്ഞു കാണുന്നത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കലയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കല ഏതാനും ചിലർ മാത്രം കൈകാര്യം ചെയ്യുകയും അതിൽ നിഗൂഢതകളും ഗൂഢമായ അർത്ഥങ്ങളും കൽപ്പിച്ച് സാധാരണക്കാരിൽ നിന്നും കലയെ അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ദുരന്തഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്. തീർത്തും സുതാര്യമായ കലാസൃഷ്ടികളുടെ അർത്ഥം പോലും ആസ്വാദകർ കലാകാരനോട് ചോദിക്കുകയും അതിനെപ്പറ്റി ആശങ്കപ്പെടുകയും ചെയ്യുന്നു. വാക്കുകൾക്ക് അതീതമാണ് കലാസൃഷ്ടികൾ. അവ മനസ്സിലാക്കാൻ ആസ്വാദകർ കലാസൃഷ്ടിയോട് സംവേദിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യണം. ഓരോ കലാസൃഷ്ടിയും ഓരോ ആസ്വാദകനും വ്യത്യസ്തമായ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. കാരണം ആസ്വാദകൻ്റെ അറിവ്, ചിന്താശക്തി, ഗ്രഹണശക്തി, ജനിതക ഗുണങ്ങൾ എന്നിവ ചേർന്നാണ് കാഴ്ചയും അഭിപ്രായങ്ങളും രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ ഭൗതികവും ബൗദ്ധികമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് രൂപപ്പെടേണ്ട ഒന്നാണ് ആസ്വാദനം. ഇത് വാക്കുകൾ കൊണ്ട് നിർവചിക്കുക അസാധ്യമാണ്. ക്ഷമയും സഹനവുമില്ലാത്ത ആസ്വാദകർ കലാകാരനോട് കലാസൃഷ്ടികളുടെ അർത്ഥം ചോദിക്കുക എന്നത് ഇന്ന് സാധാരണമാണ്. പലപ്പോഴും കലാകാരൻ തൻ്റെ സൃഷ്ടിയെപ്പറ്റി തൻ്റെ അഭിപ്രായം പറയാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ ആ അഭിപ്രായങ്ങൾ ആസ്വാദകർ അതേപടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കലാകാരൻ്റെ മാത്രം അഭിപ്രായം ആണെന്നും അത് കാഴ്ചക്കാരൻ്റെ അഭിപ്രായമല്ലെന്നും സമൂഹം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാഴ്ചക്കാരന് തൻ്റേതായ അഭിപ്രായങ്ങളുണ്ടാകണം. 1000 കാഴ്ചക്കാരുണ്ടെങ്കിൽ 1000 അഭിപ്രായങ്ങൾ രൂപപ്പെടാം. എങ്കിൽ മാത്രമേ ഒരു കലാസൃഷ്ടി ശ്രേഷ്ഠമായി രൂപപ്പെടുകയുള്ളൂ. മനോഹരമായ ഒരു പൂവ്, സുന്ദരമായ ഒരു സൂര്യോദയം അല്ലെങ്കിൽ അസ്തമയം, നന്നായി ചിത്രങ്ങൾ മുദ്രണം ചെയ്ത ഒരു വസ്ത്രം എന്നിവ കാണുമ്പോൾ നാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് സാധാരണ ചോദിക്കാറുണ്ടോ? പക്ഷേ ആസ്വദിക്കാറുണ്ട്. ആ ആസ്വാദനം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ്. ഇത് തന്നെയാണ് കലാസൃഷ്ടികളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ആസ്വാദനം ഓരോ കാഴ്ചക്കാരനും വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായ വൈകാരിക തലങ്ങളാണ് ഓരോ കാഴ്ചക്കാരനും അത് സൃഷ്ടിക്കുക. അതിനായി ആസ്വാദകർ കലകളോട് സംവേദിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം ആസ്വാദകർ ക്രിയാത്മകമില്ലാത്ത വെറും കാഴ്ചക്കാരനായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്. കലയെപ്പറ്റിയുള്ള അജ്ഞതയാണ് കല മനസ്സിലാക്കാത്തതിന് മറ്റൊരു കാരണം. കലാസ്വാദകർക്ക് കലാസൃഷ്ടികളുടെയും കരകൗശല വസ്തുക്കളുടെയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നില്ല. അതിനാൽ നല്ല പല കലാസൃഷ്ടികളെയും കരകൗശല വസ്തുക്കളായും നല്ല കരകൗശല വസ്തുക്കളെ കലാസൃഷ്ടികളായും ആസ്വാദകർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. എന്താണ് കരകൗശല വസ്തുക്കളും കലാസൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം? കരകൗശല വസ്തുക്കളെന്നാൽ
കാണാൻ മനോഹരമായതും ദൈനംദിന കാഴ്ചകൾക്കും ഉപയോഗത്തിനും ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ കലാസൃഷ്ടികൾ എന്നാൽ കാഴ്ചയ്ക്കപ്പുറം ആ സൃഷ്ടിയിൽ ഒരു സന്ദേശമോ നിർവചനമോ വിശകലനമോ കലാകാരൻ്റെ ഒരു വൈകാരിക അനുഭവമോ ഭാവനയോ ഉണ്ടാകും. ഈ ഭാവനയോ അനുഭവങ്ങളോ ആയിരിക്കത്തില്ല കാഴ്ചക്കാരന് ലഭിക്കുക എന്നത് പരമപ്രധാനമാണ്. ഈ പ്രധാനമായ തിരിച്ചറിവെങ്കിലും ഓരോ ആസ്വാദനം ഉണ്ടാകണം. ഇന്ത്യയിൽ ഒരു കാലത്ത് കലയുടെ വസന്തകാലം ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവാണ് നാട്യശാസ്ത്രവും ചിത്രസൂത്രവും പോലുള്ള നിരവധി കലാശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ലോകജനത കലയെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ കല ഉത്തുംഗ ശൃംഗത്തിൽ എത്തിയിരുന്നു. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കലയുടെയും കരകൗശലത്തിൻ്റെയും സ്പർശനം നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സാധാരണക്കാർക്ക് പോലും കലയും കരകൗശലവും അനുഭവവേദ്യമായിരുന്നു. എന്നാൽ സാമൂഹ്യമായ കുടിയേറ്റങ്ങളും അടിച്ചമർത്തലുകളും ഉച്ചനീചത്വങ്ങളും വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പല കാലഘട്ടങ്ങളിലായി കല സാധാരണക്കാരന് അന്യമായി തീർന്നു. അതിൻ്റെ ദുരന്തഫലങ്ങളിൽ നിന്നും ഇന്ത്യൻ ജനത ഇന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല. കേരളവും അതുപോലെ തന്നെ. ഈ അവസ്ഥാവിശേഷം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഭാവനാസമ്പന്നരായ നമ്മുടെ പൂർവീയ വിദ്യാഭ്യാസ ചിന്തകന്മാർ പഠനത്തോടൊപ്പം കല പഠിക്കണമെന്ന് നിഷ്കർഷിച്ചത്. അങ്ങനെ കലാ അധ്യാപകർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തീർന്നു. എന്നാൽ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ, തുടർന്നു വന്ന അഭിനവ വിദ്യാഭ്യാസ ചിന്തകന്മാർ കലാപഠനം ഒരു വിഡ്ഢിത്തവും അനാവശ്യവുമാണെന്ന് കണ്ടെത്തി. അതിനാൽ കലാധ്യാപകരെ മറ്റു ജോലികൾക്കും ഇതര വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും നിയോഗിക്കാൻ മൗനസമ്മതം നൽകി. കലാധ്യാപകർക്ക് വംശനാശ ഭീഷണി വരുത്തി. സർവീസിൽ നിന്നും വിരമിച്ച കലാധ്യാപകർക്ക് പകരം പുതിയ കലാധ്യാപകരെ നിയമിച്ചതുമില്ല. അതിന് ചെറിയ മാറ്റം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെ. എന്താണ് വിദ്യാഭ്യാസത്തിൽ കലാപഠനത്തിലുള്ള പ്രസക്തി? എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയങ്ങളും എളുപ്പം മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകാത്ത വിഷയങ്ങളും അധ്യാപകരുടെ കർശന നിലപാടുകളും കുട്ടികളുടെ മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. ആ മാനസിക അവസ്ഥയിൽ നിന്നും കുട്ടികളെ രക്ഷിച്ച് ശാന്തവും സ്വസ്ഥവുമാക്കുക എന്നതാണ് കലാധ്യാപകൻ്റെ ചുമതല. കലാപഠന സമയത്ത് കുട്ടികൾ പൂർണ്ണമായി സ്വതന്ത്രരാകുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വതന്ത്രമായി കല പഠനത്തിലേർപ്പെടാം. സ്വപ്നം കാണാനും ഭാവനയിലൂടെ വരകളും വർണ്ണങ്ങളും കോറിയിടാനും ചൂരൽ കഷായത്തിൻ്റെ രുചി നുകരാതെ സ്വതന്ത്രമായി ശാന്തമായി ക്രിയാത്മക പ്രവർത്തികളിൽ ഏർപ്പെടാനും കുട്ടികൾക്ക് കഴിയുന്നു. അപ്രകാരമുള്ള കുട്ടികൾ നല്ല മനസ്സോടെ ഉടമകളായി തീരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വിദ്യാഭ്യാസത്തിൽ നിന്നും കലയെ എടുത്തു മാറ്റിയതോടെ കുട്ടികൾക്ക് ശാന്തമായ മനസ്സ് നഷ്ടമായി. അവരിൽ ഒരു ന്യൂനപക്ഷം സമൂഹത്തിന് വിപത്തായി തീർന്നു. വൈകാരിക ഭാവങ്ങളും ആർദ്രതയും നഷ്ടമായി. അവർ മനുഷ്യരൂപങ്ങളുള്ള യന്ത്രമനുഷ്യരായി മാറി. ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹത്തിൻ്റെ പരിലാളനവും അവർക്ക് നഷ്ടമായി. സമൂഹത്തിൽ ഉടലെടുത്ത ഈ ദുരവസ്ഥ മനസ്സിലാക്കിയ ശേഷമാണ് വിദ്യാഭ്യാസത്തിൽ കലയ്ക്ക് വീണ്ടും സ്ഥാനം നൽകി തുടങ്ങിയത്. എങ്കിലും കലകൾ സാധാരണക്കാരനെ മനസ്സിലാകാത്തതും നിഗൂഢതകൾ നിറഞ്ഞതുമാണെന്നുള്ള ഒരു മിഥ്യാധാരണ ഇന്നും സാധാരണക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ധാരണയിൽ മാറ്റം വരുത്താൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും കലാകാരൻ്റെയും കരസ്പർശനമുണ്ടെന്ന് നാം അറിയുക. നാം ഉപയോഗിക്കുന്ന പേന, വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, ചെരുപ്പുകൾ, വാച്ചുകൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി റോക്കറ്റ് വരെയുള്ള എല്ലാ വസ്തുക്കളിലും ഒരു കലാകാരൻ്റെ കരസ്പർശനമുണ്ട്. നാം സദാസമയവും അനുഭവിക്കുന്ന ഈ സ്പർശനത്തെയാണ് പലപ്പോഴും മനസ്സിലാക്കുന്നില്ലെന്ന് പറയുന്നതും നിഗൂഢതകൾ എന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുന്നതും.
സത്യത്തിൽ കല ഒരു നിഗൂഢതയും ഇല്ലാത്ത അനുഭവമാണ്. കല മനസ്സിലാക്കാൻ, അതിനോട് സംവേദിക്കാൻ സമയം കണ്ടെത്തിയാൽ മാത്രം മതി. അങ്ങനെ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും ചിന്തകളും ഉണ്ടാകട്ടെ. മനുഷ്യ മനസ്സിനെ പൂർണ്ണമായും വിമലീകരിക്കുക എന്നതാണ് കലയുടെ ലക്ഷ്യം. ഇന്ത്യൻ സങ്കല്പത്തിലുള്ള 64 കലകളും ഇതുതന്നെയാണ് ചെയ്യുന്നത്. കലയുടെ രസതന്ത്രം മനസ്സിലാക്കുകയും കലയെ സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയൂ. വിമലീകരണമാണ് കലയുടെ ലക്ഷ്യമെന്ന് നാം അറിയേണ്ടതുണ്ട്. ഇനിയെങ്കിലും കലയെ കാണാൻ സമയം കണ്ടെത്തുകയും കലാവസ്തുക്കൾ ശേഖരിച്ച് വീട്ടിൽ സ്ഥാപിക്കുകയും ചെയ്യണം. അത് പകർപ്പുകളാവരുത്, ഉത്തമമായ ഒറിജിനൽ കലാസൃഷ്ടികൾ തന്നെയാവണം. കലാസംബന്ധമായ ഇത്തരം കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ആക്കുകയും ചെയ്യുക.